ചങ്ങാതിമാരെ ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടോ കേട്ടോ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് നെല്ലിക്കാച്ചാർ എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന്. ആദ്യം നമുക്കൊരു ഉരുളി എടുക്കാം. അതിലേക്ക് നല്ലെണ്ണ, കടുക്, ഉലുവ, വത്തലമുളക്, ഇതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ഈ വക സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഉരുളിയിലിട്ടങ്ങ് ഉലർത്തിയെടുക്കുക. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ അങ്ങ് ഉലർത്തുക. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വാട്ടി അങ്ങ് എടുക്കുക. സെറ്റായ ശേഷം അതിലേക്ക് നമുക്ക് നെല്ലിക്ക, ഇത് പച്ച നെല്ലിക്ക ഇട്ടിരിക്കുന്നത് കേട്ടോ. വാട്ടിയ നെല്ലിക്ക ഇടാം, പച്ച നെല്ലിക്ക ഇടാം. നെല്ലിക്കയും കൂടെ ഇട്ട് ഇവനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക, ഒരു പരുവാക്കിയെടുക്കുക. ആ സമയത്ത് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 1.25 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂൺ അങ്ങ് കാശ്മീരി ചില്ലി പൗഡർ അങ്ങ് തട്ടിക്കും നല്ല രീതിയിൽ. എന്നിട്ട് ഇവനെ അങ്ങ് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ ആ മസാലയും നെല്ലിക്കായും ഒരു പരുവായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് അങ്ങ് തട്ടാം. ആവശ്യത്തിന് വെള്ളം തട്ടിക്കും. കാരണം ഒന്ന് നെല്ലിക്ക ഒന്ന് പാകത്തിനാകുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് തിളപ്പിച്ച് കഴിയുമ്പം നെല്ലിക്കയും മസാല ഒക്കെ ഒന്ന് റെഡിയായി കിട്ടും. ആ സമയത്ത് നമ്മൾ സെറ്റായത് ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഒരു 1/2 ലിറ്റർ വിനാഗിരി അങ്ങ് നല്ല രീതിയിൽ ഒഴിച്ചു. എന്നതിന് ശേഷം ഇവനെ അങ്ങ് വീണ്ടും തിളപ്പിക്കുമ്പോൾ വരുന്ന മണമേ അതൊരു വേറെ ലെവലാണ് ചങ്ങാതിമാരെ, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇവനെ അങ്ങ് കുറുക്കിയെടുക്കുക. കുറുകി വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കായപ്പൊടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവനെയും കൂടി ഇട്ടങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തു. ഒരു രക്ഷയില്ലട്ടോ, വായു വെള്ളം വന്നിട്ട് രക്ഷയില്ല. നെല്ലിക്ക അല്ലാതെ തന്നെ കണ്ടാൽ വായു വെള്ളം വരും. അപ്പോൾ പിന്നെ ഇതും കൂടെ കണ്ടാൽ നമ്മുടെ കിളി പോവും ചങ്ങാതിമാരെ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ തല്ലി പൊട്ടിക്കാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇത് കണ്ടില്ല, ഇത് വേറെ ലെവലാണ്. ഇതങ്ങ് വീട്ടിലങ്ങ് ഉണ്ടാക്കുക ചങ്ങാതിമാരെ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കൂടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തണേ, മറക്കരുത്.